Good morning, children. Have you know about periodic table? There are totally 118 elements are present in our periodic table. Have you seen it before? This is the model of periodic table, but it is very difficult to memorize each element separately. So, based on the Subshell electronic configuration, as you all know that what you mean by Subshell electronic configuration, in previous classes we have already learned what you mean by or how we can write the Subshell electronic configuration. So based on the Subshell electronic configuration, the elements are classified into 4 blocks S, P, D and F in the modern periodic table. അതായത് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഐഡിയ കിട്ടി. According to the subshell electronic configurations, the elements are classified into 4 blocks. അതായത് പീരിയോഡിക് ടേബിളിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ എലമെൻസിനെ 4 ബ്ലോക്കുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാസ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. സോ ബിഫോർ ദാറ്റ് യു ഷുഡ് അവെയർ അബൌട്ട് എ പീരിയോഡിക് ടേബിൾ. അതായത് അതിന് മുന്നേ തന്നെ എല്ലാവർക്കും പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. വാട്ട് യു മീൻ ബൈ പീരിയോഡിക് ടേബിൾ? ലൈക്ക് ആൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഓരോ മെഡിസിനും അവർ പെട്ടെന്ന് തന്നെ ഫാർമസിസ്റ്റുകൾ നമുക്ക് എടുത്തു തരും. അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ മെഡിസിൻ്റെ നെയിം കണ്ടതും പെട്ടെന്ന് തന്നെ അത് അവർക്ക് ക്യാച്ച് ചെയ്തിട്ട് അത് നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നത്? അതായത് അവിടെയുള്ള ഓരോ മെഡിസിനും ഒരു സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിലാണ് അവരവിടെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അതല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ലൈബ്രറിയുടെ ഉള്ളിൽ കയറിയവർക്കറിയാം ജസ്റ്റ് നമുക്ക് വേണ്ട ഏത് ഭാഗം ഏത് കാറ്റഗറി ആണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അവിടെ ബുക്സ് ആർ. The same manner is followed in the chemistry. That was, the chemical elements are arranged in a specific manner. അതായത് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ 2 എക്സാമ്പിൾസിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ കെമിക്കൽ എലമെൻസിനെ ഏകദേശം നമ്മളുടെ ഇന്ന് നോൺ ചെയ്ത കെമിക്കൽ എലമെൻറ്റ്സ് ദാറ്റ് വാസ് 118 എലമെൻറ്റ്സ് ആണ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് നോൺ ചെയ്തത്. ആ പ്രസൻ്റ് ആയിട്ട് നോൺ ചെയ്ത എലമെൻസിനെ നമ്മൾ അതിൻ്റെ അക്കോർഡിംഗ് ടു ദി ആറ്റോമിക് നമ്പർ ആൻഡ് ആറ്റോമിക് മാസ് ഓർ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എലമെൻസിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ദർ ആർ ഇൻ എ പീരിയോഡിക് ടേബിൾ ദർ ആർ 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ് ആർ എക്സിസ്റ്റിംഗ്. ദർ ഈസ് ഓൾസോ as we know that. അതായത് എല്ലാവർക്കും അറിയാം ഒരു പീരിയോഡിക് ടേബിൾ 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്ന ഈ റെപ്രസെൻറ്റേഷൻ. പിന്നെ നമ്മൾ അതിന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രിൻസിപ്പൽ എനർജി ലെവലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലേൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ലേൺ ചെയ്തു. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കബോർഡില്ലേ, ആ കബോർഡിനെ ഇപ്പോൾ ഓരോ റൂമിലും ഓരോ കബോർഡ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് പ്രിൻസിപ്പൽ എനർജി ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി ഫസ്റ്റത്തെ റൂമിൽ ഏകദേശം 4 റൂമുണ്ട് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് റൂമിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ കബോർഡ് ഓപ്പൺ ചെയ്ത ഒരുപാട് ഷെൽഫുകളായിട്ട് നമുക്ക് കാണാം. ആ ഷെൽഫുകളെ നമുക്ക് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യും? എന്നുള്ള ചെറിയ ചെറിയ ഷെൽഫുകളെയാണ് നമ്മൾ സബ്ഷെൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. സോ ലുക്ക് അറ്റ് ദി ഫിഗർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. Based on the subshell electronic configuration, the elements are classified into 4 blocks. These are, look at the picture. The left side 2 groups are existing in S block and the right side 13 to 18 group members are existing in P block. And the middle section, the group number start from 3 to 12 is existing in D block. And the 2
2 rows are existing in the bottom level. അങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഫസ്റ്റത്തെ 2 ഗ്രൂപ്പ്സും എസ് ബ്ലോക്കിലും 13 മുതൽ 18 അഥവാ 18 വരെയുള്ള ഗ്രൂപ്പ്സ് പി ബ്ലോക്കിലും മിഡിലിൽ കാണുന്ന 3 to 12 ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സ് ഡി ബ്ലോക്കിലും അതേപോലെ റിമൈനിങ് ചെയ്യുന്ന 2 ഗ്രൂപ്പ്സ് അതായത് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആണ്. അതിനെ നമ്മൾ ബോട്ടം ലെവലിലും അഥവാ താഴെയായിട്ടും പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. So now in this video I am going to explain the properties of S block elements. Okay, so ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ്. ലുക്ക് അറ്റ് ദി ഫിഗർ. അതായത് ഇപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്താണെന്നൊരു ഐഡിയ കിട്ടി. പീരിയോഡിക് ടേബിളിലെ ഈച്ച് ബ്ലോക്സ് ആയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് 4 ബ്ലോക്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. So in this video we are learn about the members of S block elements. The first S block elementsനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ അറിയേണ്ടത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. The S block elements are existing in the left side of the periodic table. Groups are existing in ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻസിനെയാണ് നമ്മൾ മെയിനായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദേ? ഇന്ന് നമ്മൾ മെയിനായിട്ട് എസ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇനി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മെയിനായിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻസിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ദ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 മെമ്പേഴ്സ് ആർ എക്സിസ്റ്റിംഗ് ഇൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിലാണ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞു ദർ ആർ 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ് ആർ എക്സിസ്റ്റിംഗ്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലാണ് നമ്മളുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദ എക്സാമ്പിൾസ് ആർ ഗിവൺ ഹിയർ. അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിലുള്ള എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് വാസ് ഹൈഡ്രജൻ. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളതാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. ആൻഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് ബിലോങ്സ് ടു ബെറിലിയം, മാഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കുന്നു. And before that you should aware or you should know about what you mean by S block elements. നമ്മൾ എന്തുകൊണ്ടാണ് ആ ബ്ലോക്കിനെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്? അത് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റത്തെ ഇലക്ട്രോൺ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ആ എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. അതായത് പ്രിൻസിപ്പൽ എനർജി ലെവലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾക്ക് എഴുതാൻ അറിയാം. The S block elements are the elements with the valence electron in the S orbital and the elements in column 2, that was alkali metals and alkaline earth metals, always lose their valence electron to form +2 ions. The S block elements, അതായത് except hydrogen and helium എന്ന് പറയുന്നുണ്ട്, are metals that are shiny, silvery, relatively soft and good conductors and lose electrons loosely. അതായത് നമ്മൾ മെയിനായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഡെഫിനേഷൻ ഇത് മാത്രമേ ഉള്ളൂ. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അഥവാ വാലൻസ് ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെയാണ് വി ആർ നോൺ ആസ് വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിലേക്കാണെങ്കിൽ ആ എലമെൻറ്റ്സ് ഒക്കെ ഏതിലായിരിക്കും? ദീസ് എലമെൻറ്റ്സ് ഷുഡ് ബിലോങ്സ് ടു എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതായത് ആ എലമെൻറ്റ്സ് ഒക്കെ എസ് ബ്ലോക്കിലായിരിക്കും വരിക. ഗോട്ട് ഇറ്റ്? അതായത് ഒന്നുമില്ല, വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ് സബ് ഷെല്ലിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. മെയിനായിട്ട് 4 സബ് ഷെല്ലുകളാണ് ഉള്ളത്. ആസ് യു ഓൾ നോ ദാറ്റ് എസ്, പി, ഡി, എഫ്.
The next one was how we can find out the block and periods of the elements. അതായത് നമുക്ക് എങ്ങനെ ഒരു സബ്ഷെൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ നെയിം തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്സ് എന്നാണ്. അതായത് എങ്ങനെ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് പീരീഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും അതേപോലെ ബ്ലോക്കിൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഇസ് ദർ എനി മെത്തേഡ് ഈസ് പോസിബിൾ? വി ക്യാൻ ചെക്ക്. So, look at the table. Here, the first column represent the name of the element and the second column represent atomic number and the third one subshell electronic configuration and the fourth one subshell to which the last electron is added and block. അതായത് നമുക്ക് ഇവിടെ ഒരു ടേബിൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു 4 എലമെൻസിനെയാണ് മെയിനായിട്ട് തന്നിരിക്കുന്നത്. ആ 4 എലമെൻറ്റ്സ് എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് അല്ല, അത് ഓർക്കണം. ഇനി ആറ്റോമിക് നമ്പറും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ എലമെൻസിൻ്റെ ഒക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഓൾറെഡി മുന്നേ എഴുതാൻ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കതിൻ്റെ ഫോം തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ദ സബ്ഷെൽ ടു വിച്ച് ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ്. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ബാലൻസ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സബ്ഷെൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫോർത്ത് കോളം റെപ്രസെൻറ്റ് ചെയ്യണത്. ഫസ്റ്റ് വൺ ലിഥിയം 3 ആണ് ആറ്റോമിക് നമ്പർ. സോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു ബി 1s2 2s1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ലിഥിയത്തിൻ്റെ കേസിൽ ഏതാ? 2s. ആ 2sലേക്ക് എൻ്റർ ചെയ്യുന്ന അഥവാ ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണ്? 2s1. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്ന ഷെല്ലിൻ്റെ നെയിം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ഷെൽ ഏതാ? യെസ്. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തതിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് യെസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ബ്ലോക്ക് കിട്ടിയത്? അപ്പോൾ ഈസി മെത്തേഡായിട്ട് നമ്മളൊരു എലമെൻറ്റ് തന്ന എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സോ ആഫ്റ്റർ ദി റൈറ്റിംഗ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫൈൻഡ് ഔട്ട് ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ബ്ലോക്ക്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലേക്കാണോ എൻ്റർ ചെയ്യുന്നത് ആ ഷെല്ലിനെ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. Look at the next example. Magnesium, the atomic number is 12. Subshell electronic configuration 1s2, 2s2, 2p6 and 3s2. So the last electron is entered in the S subshell. So the block is S. And look at the another 2 example, nitrogen 7 and scandium 21. The nitrogen 7 is atomic number 7 and the subshell electronic configuration 1s2, 2s2, 2p3 and the subshell to which the last electron is added p and we can find out the block is also p. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് തന്നിരിക്കുന്നത് സ്കാൻഡിയം 21 ആണ്. സ്കാൻഡിയത്തിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതൊരു എക്സെപ്ഷണൽ കേസാണ്, നമ്മൾ സ്കാൻഡിയം പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1s2, 2s2, 2p6, 3s2, 3p6, 3d1 ആൻഡ് 4s2. അതായത് ഈ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അഥവാ സബ്ഷെൽ വൈസ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി വെച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ ഓർഡർ വെച്ച് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് 3p കഴിഞ്ഞിട്ട് 3d ആണ് എഴുതേണ്ടത്. പക്ഷേ അക്കോർഡിംഗ് ടു ദി എനർജി ഡിഫറൻസ് അഥവാ നമ്മളുടെ ശരിക്കും എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതുന്നത് കൊണ്ട് മാത്രം 4sനാണ് 3dയേക്കാൾ എനർജി കുറവ്. അതുകൊണ്ട് തന്നെ 4s ഫില്ല് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ഇലക്ട്രോൺസ് 3dയിലേക്ക് പോവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഓൾറെഡി ലേൺ ചെയ്തതാണ്. സ്കാൻഡിയത്തിൻ്റെയും അതേപോലെ തന്നെ ക്രോമിയം എല്ലാത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുന്നേ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്കാൻഡിയം 21 അതിൻ്റെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. 3p6 കഴിഞ്ഞ് ഇലക്ട്രോണ് 4sലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 4s2 അതായത് എസ്സിൽ 2 ഇലക്ട്രോണേ മാക്സിമം പറ്റുള്ളൂ. 4sലേക്ക് ഇലക്ട്രോൺ കൊടുത്ത ശേഷം മാത്രമേ ഇലക്ട്രോൺ ഏതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? 3dയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുള്ളൂ.
പക്ഷേ ഇൻ ദ റിട്ടേൺ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ഷെല്ലുകളുടെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, 1s2 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഷെല്ല്, 2s2 2p6 എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ല്, 3s2 3p6 3D വരുന്നതല്ലേ തേർഡ് ഷെല്ല് അഥവാ എം ഷെല്ല് എന്ന് പറയുന്നത്. എം ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്, അതാണ് SP D എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ 3 എന്ന് വരുന്ന ആ ഭാഗങ്ങൾ അഥവാ 3s 3p 3D എന്ന് പറഞ്ഞ് ഒരുമിച്ച് എഴുതണം. അത് ഒരുമിച്ച് എഴുതുക എന്ന് പറഞ്ഞാലും അത് മീൻ ചെയ്യുന്നത് 3D കംപ്ലീറ്റ് ചെയ്ത ശേഷം 4sലേക്ക് ഇലക്ട്രോൺ വരുന്നു എന്നല്ല അത് മീൻ ചെയ്യുന്നത്. 4sലേക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടന്നതിന് ശേഷം മാത്രമേ 3Dയിലേക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ അവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഏത് ഷെല്ലിലേക്കാണ്? എസ്സിലേക്കാണോ ഡിയിലേക്കാണോ? Definitely say that the last electron will entered in the D subshell. So block is also fine from this electronic configuration is D. All of them got an idea? The block to which the element belongs will be the same as the subshell to which the last electron is added. അതായത് നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് റെക്കഗ്നൈസ് ചെയ്യുക ഓർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സബ്ഷെൽ ഏതാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. In the periodic table, the elements in groups 1 and 2 belongs to S block, those in group 13 to 18 belongs to P block, and those in groups 3 to 12 ബിലോങ്സ് ടു ഡി ബ്ലോക്ക്. അതായത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെ, ഒരു പീരിയോഡിക് ടേബിൾ 1 and 2 ഗ്രൂപ്പ്സ് എസ്സും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സിനെ പി ബ്ലോക്ക് എന്നും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ നമുക്ക് ഡി ബ്ലോക്ക് എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ദ എലമെൻറ്റ്സ് ഇൻ ദി എഫ് ബ്ലോക്ക് ആർ പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഇൻ 2 സെപ്പറേറ്റ് റോസ്. അതേപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ബോട്ടം ലെവലിൽ 2 സെപ്പറേറ്റഡ് റോസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ദ നെക്സ്റ്റ് ടേബിൾ ഇല്ലുസ്ട്രേറ്റ്, അതായത് നമ്മളുടെ ടോപ്പിക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് പീരീഡും ബ്ലോക്സും കണ്ടുപിടിക്കണമെന്ന്. ബ്ലോക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ബ്ലോക്ക് ഓഫ് എ എലമെൻറ്റ്? റൈറ്റ് ഡൗൺ ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി valence shell or find out the shell which the valence electron is added, and this is represent the block of the element. The next one എന്ന് പറയുന്നത് പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനാണ്. അതും ഒരു ഈസി മെത്തേഡ് തന്നെയാണ്. നമുക്കിവിടെ ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ബെറീലിയം ആണ്. ബെറീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 4 ആണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. മുന്നേ നമ്മൾ പഠിച്ച ടേബിളിൽ എന്താ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഓർ ബാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ഷെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏതായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ തന്നെ പഠിച്ചൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഷെൽ നമ്പറുകൾ വെച്ചിട്ടേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്ന്. അതായത് 1s എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഷെല്ല്, 2s 2p എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ല്, അതായത് k എന്ന് പറയുന്ന ഷെല്ലിലാണ് 1s ഉള്ളത്, l എന്ന് പറയുന്ന ഷെല്ലിലാണ് 2sഉം 2p എക്സിസ്റ്റ് ചെയ്യുന്നത്, m എന്ന് പറയുന്ന ഷെല്ലിലാണ് 3s 3p 3d. അങ്ങനെ നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ n, അതായത് 4 ഷെല്ലുകൾ SP DF എന്നിലുണ്ടായിരിക്കും. അത് നിങ്ങൾ ഓൾറെഡി ലേൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഷെല്ലുകൾ ഇവിടെ 1s, പിന്നെ കുറച്ച് അതിൻ്റെ തൊട്ടടുത്ത് 2s 2p, പിന്നെ 3s 3p 3d എന്ന് പറയുന്നു. ഇതെന്താ ഈ 1 2 3 എന്നൊക്കെ പറയുന്നത് എന്താ? അതിനല്ലേ നമ്മൾ അവിടെ ഔട്ടർ മോസ്റ്റ് അഥവാ ഷെൽ നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദ ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് എത്രയാണ്? 2s അല്ലേ അവിടെ ലാസ്റ്റ് വരുന്ന ഷെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ? എക്സാക്ട്ലി 2. അതേപോലെ തന്നെ കാർബണിൻ്റെ നോക്കുക. കാർബണിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏതിലേക്കാണ്? പി എന്ന് പറയുന്ന ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അവിടെയുള്ള ഷെൽ നമ്പർ എത്രയാണ്? 2p2 എന്നല്ലേ പറയുന്നത്. ആ
p⁻²2 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത് അതിലേക്ക് വരുന്ന ഇലക്ട്രോണാണ്. പിയുടെ ലെഫ്റ്റ് സൈഡിൽ ഡിനോട്ട് ചെയ്ത 2 എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പറും. അപ്പോൾ അവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ എന്താ? 2. ഇവിടെ നിങ്ങൾക്ക് തന്ന ബെറീലിയം കാർബൺ ഈ 2 എക്സാമ്പിളിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടിയത്. ലുക്ക് അറ്റ് ദി പീരിയഡ് നമ്പർ. അതിൻ്റെ എല്ലാം ആ എലമെൻസിൻ്റെ എല്ലാം പീരിയഡ് നമ്പർ എന്ന് പറയുന്നതും 2 തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതെങ്ങനെയപ്പോൾ? So we can find out the another point from this table. The period number of an element is equal to the number of the outermost shell. അതായത് ഇൻ ദിസ് ടേബിളിൽ നിന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളുടെ നമ്പർ ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ഇനി നിങ്ങൾക്ക് ഇവിടെ സോഡിയം, പൊട്ടാസ്യം അതിൻ്റെ ഒക്കെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോഡിയത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 3s1 അഥവാ 3s എന്ന് പറയുന്ന സബ്ഷെല്ലിലേക്ക്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 3. സോ പീരിയഡ് നമ്പർ ഈസ് ഓൾസോ ഈക്വൽ ടു 3. ആൻഡ് ദി നെക്സ്റ്റ് വൺ പൊട്ടാസ്യം K19. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓർ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 4s1. സോ ദ നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 4. ദ പീരിയഡ് നമ്പർ ഈസ് 4. അപ്പോൾ നിങ്ങൾ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് പീരിയഡ് നമ്പറും അതേപോലെ തന്നെ ബ്ലോക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദി ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സബ് ഷെല്ലിനും ഈക്വൽ ആയിരിക്കും. The 2 points are got. So the next section we handle the topic is find out the group number of S block elements. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ പീരിയഡ് നമ്പറും അതേപോലെ തന്നെ ബ്ലോക്ക് ഏതാണെന്നും നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിൽ നമ്മൾ എസ് ബ്ലോക്കിൻ്റെ മാത്രമല്ല SP-D എന്ന് പറയുന്ന ബ്ലോക്കുകളുടെയും ഗ്രൂപ്പ് നമ്പർ അല്ല നമ്മൾ So we can move to our next topic, find out the group number of S block elements. അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ മുന്നേ പഠിച്ച 2 എക്സാമ്പിൾസ് നമ്മൾ നോക്കി 2 ടേബിൾ റെക്കഗ്നൈസ് ചെയ്തപ്പോഴും അതിലെന്താ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ മാത്രം പറയാത്തത് എന്ന്. അതായത് ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും ഒരു എലമെൻറ്റിൻ്റെ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നതും എല്ലാ ബ്ലോക്കുകളിലും സെയിം ആണ്. ഇപ്പോൾ എസ് ബ്ലോക്കിലാവട്ടെ PDF ഏത് ബ്ലോക്കിലെ എലമെൻസിൻ്റെയും പീരിയഡ് നമ്പർ എന്ന് പറയുന്നതും ബ്ലോക്ക് എന്ന് പറയുന്നതും നമ്മളിപ്പോൾ മുന്നേ പഠിച്ച ആ 2 മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ the group number is how to find out the group number? The group number is varies in the S block elements, P block elements, D block elements and F block elements also. അതായത് ഗ്രൂപ്പ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 4 ബ്ലോക്കുകളുണ്ട് പറഞ്ഞില്ലേ, ആ 4 ബ്ലോക്കുകളിലും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇവിടെ സ്പെഷ്യൽ ക്രൈറ്റീരിയ കൊടുത്തിട്ട് ദ ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ ലുക്ക് അറ്റ് ദി ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ടേബിൾ റെപ്രസെൻറ്റ് ദി എലമെൻറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ദി നെക്സ്റ്റ് column illustrate the number of electrons present in the last subshell and the last one is group number. അതായത് ലിഥിയമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറ്റോമിക് നമ്പർ തന്നിട്ടില്ല. ലിഥിയം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ പഠിച്ചു അതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് കിട്ടി? 1s2 2s1. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷെല്ലിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഏത് ഷെല്ലിലേക്കാണ് വരുന്നത് എന്നൊന്നുമല്ല. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദി ലാസ്റ്റ് സബ്ഷെൽ അഥവാ വാലൻസ് ഷെല്ലിലേക്ക് വരുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 2s1 എന്നല്ലേ പറയുന്നത്. ലിഥിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണ്? 1. സോ ഗ്രൂപ്പ് നമ്പർ ഓൾസോ ഈക്വൽ ടു 1. അതേപോലെ സോഡിയത്തിൻ്റെ കേസ് നോക്കുക. 3s1 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിലേക്ക്. അപ്പോൾ വരുന്ന ഇലക്ട്രോണിൻ്റെ നമ്പർ 1. സോ ഗ്രൂപ്പ് നമ്പർ 1. ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻ്റാണ്. അത് നോക്കുക. മഗ്നീഷ്യം തന്നിരിക്കുന്നത് 1s2 2s2 2p6 3s2.
നമ്പർ ഓഫ് ദി ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദി സബ്ഷെൽ എത്രയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? 2 അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പറും 2 ആണ്. അതേപോലെ കാൽസ്യത്തിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 3p6 ആൻഡ് 4s2 ആണ് ലാസ്റ്റത്തെ ഷെല്ലുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 4s2 ആണ് ലാസ്റ്റത്തെ ഷെല്ല്. അപ്പോൾ എത്ര ഇലക്ട്രോണാണ് 4sലേക്ക് വരുന്നത്? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ എവിടെ? ആ 2 ഇലക്ട്രോൺ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്തായി മാറി? 2. സോ വാട്ട് ഈസ് ദ പോയിന്റ് യു ക്യാൻ ഗോട്ട് ഫ്രം ദിസ് ടേബിൾ? ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പോയിൻ്റാണ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദി ലാസ്റ്റ് സബ്ഷെൽ ഈസ് ഈക്വൽ ടു ദി ഗ്രൂപ്പ് നമ്പർ അല്ലേ? അതായത് ഒരു എലമെൻറ്റിൻ്റെ എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ, അത് നമ്മൾ സ്പെഷ്യലായിട്ട് പറയണം, കാരണം ഓരോ ബ്ലോക്ക് എലമെൻസിനും ഗ്രൂപ്പ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. ഹിയർ വി ക്യാൻ ഡിസ്കസ് ഓൺലി അബൌട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. So, the number of electrons present in the last subshell of S block elements is equal to the group number of the S block elements. അഥവാ എസ് ബ്ലോക്ക് എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്, അഥവാ നമ്പർ ഓഫ് ദി ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദി ലാസ്റ്റ് സബ്ഷെൽ. ലാസ്റ്റ് സബ്ഷെല്ലിൽ പ്രസൻറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണോ ആ നമ്പറിന് ഈക്വൽ ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അതായത് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പീരിയഡ് നമ്പർ അതേപോലെ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിരുന്നു. എല്ലാ ബ്ലോക്കിലും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കാറ്റഗറീസ് ഫോർ ഫൈൻഡ് ഔട്ട് ദി ഗ്രൂപ്പ് നമ്പർ. അതായത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വേ ആണ്, നമ്മൾ വേ ഓഫ് മെത്തേഡാണ് അക്സെപ്റ്റ് ചെയ്യുക. അതിൽ എസ് ബ്ലോക്ക് എലമെൻസിലെ വേ എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഷുഡ് ബി ദി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദി ലാസ്റ്റ് സബ്ഷെൽ. ലാസ്റ്റ് സബ്ഷെല്ലിലേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ നമ്പർ തന്നെ ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. സോ for S block elements, the number of electrons in the outermost S subshell will be the group number. സോ ഇപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, പീരിയഡ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതേപോലെ തന്നെ ബ്ലോക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ദ നെക്സ്റ്റ് വൺ ഈസ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്? The S block elements belongs to group 1 and group 2 elements which are known as alkali metals and alkaline earth metals. അഥവാ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഗ്രൂപ്പുകളിലുള്ള എലമെൻറ്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉണ്ട്. ഗ്രൂപ്പ് 1നെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ഗ്രൂപ്പ് 2വിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പറയുന്നു. ആ പേരിൽ നിന്ന് തന്നെ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് രണ്ടിലും കോമൺ ആയിട്ട് നമ്മൾ മെറ്റൽസ് എന്നാണ് പറയുക. അഥവാ നമുക്ക് എന്തു പറയാം? ദി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ എക്സിസ്റ്റിംഗ് ഇൻ മെറ്റൽസ്. അഥവാ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ് നമുക്ക് പറയാം. എന്താ ഈ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി? Metals can donate their electrons from the outermost shell. അഥവാ outermost ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ ഡൊണേറ്റ് ചെയ്യുന്ന ടെൻഡൻസി കാണിക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്നത്. സോ S block elements show metallic character. The first point ആണ് the common characteristic of S block elements. First point ആണ് all elements belongs to S block which shows metallic character. High tendency to lose to form a positive ions. എന്താ metallic character എന്ന് പറഞ്ഞാൽ? High tendency to lose a electron to form a positive ion. അതായത് എസ് ബ്ലോക്ക് എലമെൻസിനെല്ലാം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറാനുള്ള എബിലിറ്റി ഉണ്ട്. ആ ടെൻഡൻസിനെയാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുക. ദ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ബോത്ത് ഗ്രൂപ്പ്സ്. അതായത് ഗ്രൂപ്പുകളിലെല്ലാം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. സോ ദ ഫസ്റ്റ് പോയിന്റ് വി ഹാവ് ലേൺ ടുഡേ ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദേ ആർ metals. These are the elements existing in our first group: hydrogen, lithium, sodium, potassium, rubidium, cesium, francium.
and the second group belongs to beryllium, magnesium, calcium, strontium, barium and radium. Here present the electronic configuration. ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് 1ൻ്റെ അഥവാ ആൽക്കലി മെറ്റൽസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ലിഥിയം 3. ഇവിടെ ഏത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, പകരം പ്രിൻസിപ്പൽ എനർജി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്കിവിടെ സീൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിലെല്ലാം ഉള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ എന്തായിരിക്കും? 2, lithium 21, sodium 281, potassium 2881, rubidium 288181, സീഷ്യം അതേപോലെ തന്നെ ഫ്രാൻസിയവും തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാണ്? എല്ലാ എലമെൻസിലും ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ എലമെൻസിനെല്ലാം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് മാറാൻ പറ്റുന്നത്. ഇവിടെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്താൽ നമ്മളുടെ ഈ എലമെൻസ് ഒക്കെ സ്റ്റേബിൾ ആവില്ലേ? അഥവാ ഈ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അഥവാ ഇവിടെയുള്ള എല്ലാ എലമെൻസിൻ്റെയും വാലൻസി അപ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം? 1 അല്ലേ? കാരണം വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. എന്താ വാലൻസി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസ് ഓർ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്. അതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും സീൻ ചെയ്യൂ. എന്തെങ്കിലും കോമൺ പ്രോപ്പർട്ടി നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സാക്ട്ലി റൈറ്റ് ദാറ്റ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ പ്രസൻറ്റ് ഓർ ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് 2 ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് എലമെൻറ്റ്സ്. അഥവാ എല്ലാ എലമെൻറ്റ്സിലും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വീതമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഈ അഥവാ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി എന്ത് പറയാം? 2 എന്ന് പറയാം. 2 എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. നമുക്ക് 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ടേബിൾ 1.11 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അവിടെ വാലൻസിയും അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റും തന്നിട്ടുണ്ട്. വാലൻസി ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ 1, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ 2. ഇതെന്ന് പറയുന്നത് ഒരു കോമൺ വാലൻസിയാണ്. ദർ ഈസ് നോ വേരിയേഷൻ. ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വാലൻസിയാണ്. അവിടെ ഒരു വേരിയേഷനും നടക്കില്ല. അപ്പോൾ ഗ്രൂപ്പ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ല, അൺനോൺ നമ്പറാണ്, അൺനോൺ ക്യാരക്ടറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2. വാലൻസിയും ഓക്സിഡേഷൻ നമ്പറും ഇവിടെ ഈക്വൽ ആണ് എന്നാണ് ഫസ്റ്റത്തെ ആ ഒരു ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓക്സിഡേഷൻ നമ്പർ എല്ലാവരും ഫസ്റ്റ് ഗ്രൂപ്പ് നന്നായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിലെ വാലൻസി 1 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കപ്പോൾ +1 എന്ന് കൊടുത്തു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വാലൻസി തന്നെയാണ്. ഒന്നെങ്കിൽ ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ആറ്റം അക്സെപ്റ്റ് ചെയ്യുന്ന നമ്പർ, അതിനെ തന്നെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നും പറയുന്നത്. പക്ഷേ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും അതിൻ്റെ ചാർജ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് +1 എന്ന് പറയുന്നത്? അതായത് ഒരു എലമെൻറ്റ് ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ സിമ്പൽ ഓഫ് അയോൺ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? X1+ എന്ന് കൊടുക്കാം. എന്നിട്ട് കെമിക്കൽ ഫോർമുല ഓഫ് ഓക്സൈഡ്സ് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ X2O എന്ന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ X2O എന്ന് പറയുന്നത്? അവിടെ എക്സിൻ്റെ താഴെയുള്ള 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറും ഓയുടെ താഴെ അവിടെ നമ്പർ കൊടുത്തിട്ടില്ല. പക്ഷേ ഓ പറയുന്ന അഥവാ ഓക്സിജൻ്റെ താഴെ അവിടെ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എക്സിൻ്റെ 1 ആയതുകൊണ്ട് ഓയുടെ അവിടെ 1 ഇടേണ്ട ആവശ്യമുണ്ടോ? കാരണം O എന്ന് പറയുന്നതും O1 എന്ന് പറയുന്നതും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ആ ഫോർമുല നമുക്ക് X2O എന്ന് കിട്ടി. ഇനി ടേബിൾ 1.1ൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ സെയിം മാനർ തന്നെയാണ്. ഗ്രൂപ്പ് 2 വാലൻസി ഈസ് 2. സോ ദ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ സിമ്പൽ ഓഫ് അയോൺസ് നമുക്ക് Y2+ എന്ന് കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ കെമിക്കൽ ഫോർമുല എന്ത് വരും? ഓക്സിജനും ഫിക്സഡ് ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ് 2.
ആ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എക്സിൻ്റെ താഴെ, അതായത് രണ്ടൊരു കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ രണ്ട് എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, അഥവാ ആൾട്ടർനേറ്റ് ചെയ്ത് എഴുതുക. വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ താഴെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറും ഒ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ താഴെ വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പറും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ശരിക്കും കിട്ടേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ Y2O2 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ രണ്ടും താഴെ 2 ആണ്. Y2O2 എന്ന് പറയുമ്പോൾ രണ്ട് 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് YO എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. സെക്കൻഡ് പോയിന്റ്, ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഹാവിങ് എ ഫിക്സഡ് ഓക്സിഡേഷൻ നമ്പർ. അതല്ലേ, കാരണം ഫസ്റ്റ് ഗ്രൂപ്പിനെല്ലാം +1ഉം സെക്കൻഡ് ഗ്രൂപ്പിനെല്ലാം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി പോയിന്റ് ഫ്രം ദി ടേബിൾ. ദി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഹാവിങ് എ കോമൺ പ്രോപ്പർട്ടി ഓർ ദാറ്റ് വാസ് ദ ഈച്ച് എലമെൻറ്റ്സ് ഹാവിങ് ഫിക്സഡ് ഓക്സിഡേഷൻ നമ്പർ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നത്, ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. അഥവാ ബേസിക് ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സും അതിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡുമാണ് തന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദീസ് എലമെൻറ്റ്സ് ഫോം ദെയർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. അഥവാ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന് അതിൻ്റെ ഓക്സൈഡ്സ് ആയിട്ടും ഹൈഡ്രോക്സൈഡ്സ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് പറയുന്നത് ദെയർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നാച്ചർ. അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് ഇൻ നാച്ചർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അഥവാ ബേസിക് നാച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ്സ് ആൻഡ് ബേസസ്. അതന്നെ ബേസിക് നാച്ചർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ അത് തന്നെയാണ് ഹൈഡ്രോക്സൈഡിൻ്റെ കാര്യം, അതേപോലെ ഓക്സൈഡ്സിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി so we can conclude in this section. In previous section we have already understood how to find out the period number, block number and group number of the S block elements, and we got an information about some characteristics properties of S block elements. Which are they? They are in metallic character, they have low electronegativity, and basics are oxides and hydroxides. They form ionic bond with fixed oxidation states, and they form characteristic flame colors and weak tendency to form a complex. These are the main properties of S block elements.